ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉണ്ണിയെ തേടിയുള്ള നമ്മുടെ ക്രിസ്തുമസ് യാത്രയുടെ 16-ാം ദിനത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാന വിഷയം ആട്ടിടയന്മാരാണ്. ദ ക്രിസ്മസ് ഷെപ്പേഴ്സ്, ക്രിസ്തുമസിലെ ആട്ടിടയന്മാർ. ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചു എന്നുള്ള സദ്വാർത്ത, ഗുഡ് ന്യൂസ് അറിയാൻ ആദ്യം ഭാഗ്യം ലഭിച്ചത് ആട്ടിടയന്മാർക്കായിരുന്നു. ഉണ്ണിയെ പുൽക്കൂട്ടിലെത്തി ആദ്യമായി കണ്ടു വണങ്ങാൻ ഭാഗ്യം ലഭിച്ചതും ഈ ആട്ടിടയന്മാർക്കായിരുന്നു. ചരിത്രം പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജെറുസലേമിനകത്തോ ജെറുസലേമിന് ചുറ്റുപാടിലോ ആടുകളെ മേയ്ക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. അതിനാൽ സന്ധ്യയാകുമ്പോൾ കാടുകളിലോ മലഞ്ചെരുവുകളിലോ അകലെയുള്ള വയലുകളിലോ ആടുകളുമായി ആട്ടിടയർ പോവുകയായിരുന്നു പതിവ്. എന്നാൽ ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 8-ാം തിരുവചനം നാം ഇപ്രകാരം വായിക്കുന്നു: ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ എന്ന് കൃത്യമായി വചനം പറയുന്നുണ്ട്. അപ്പോൾ ജെറുസലേമിനോട് ചേർന്നായിരുന്നു ഈ ആട്ടിടയന്മാർ ആടുകളുമായി തമ്പടിച്ചിരുന്നത്. ഇവിടെയാണ് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ട ഒരു കാര്യം. ഈ ആടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ ബലി അർപ്പിക്കപ്പെടാനുള്ള ആടുകളായിരുന്നു ഇത്. മരം കോച്ചുന്ന തണുപ്പത്ത് ഈ ആട്ടിടയന്മാർ കുടുംബത്തെ വിട്ടുപേക്ഷിച്ച് സർവ്വതും മാറ്റിവെച്ച് ഭക്ഷണം പോലും കഴിക്കാതെ ഈ ആടുകളെ സംരക്ഷിച്ചത് തമ്പുരാന് വേണ്ടിയായിരുന്നു. അതൊരു ദൈവ ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ടല്ലേ ആട്ടിടയന്മാർ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. ലൂക്കാസ് സുവിശേഷം 2:9 മുതലുള്ള തിരുവചനങ്ങൾ: കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു, അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം: പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. 15 മുതലുള്ള തിരുവചനങ്ങൾ: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബെത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അനന്തരം ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു. ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം വചനം നമുക്ക് വായിച്ചു കേൾക്കാം. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആട്ടിടയന്മാർ സർവ്വതും മാറ്റിവെച്ച് ആ മരം കോച്ചുന്ന തണുപ്പത്ത് സർവവും ഉച്ഛിഷ്ടം പോലെ കണ്ട് ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം മാറ്റിവെച്ചു. അപ്പോൾ കർത്താവ് അവർക്ക് സദ്വാർത്ത നൽകി. ഈ ആട്ടിടയന്മാർ നമുക്ക് തരുന്ന ബോധ്യം ഇതാണ്: മുഴുവൻ സർവവും ഉച്ഛിഷ്ടം പോലെ നമുക്ക് കാണാം. ഈശോ മാത്രം മതി. പുൽക്കൂട്ടിൽ ഉണ്ണിയെ തേടിയെത്തുമ്പോൾ ഒന്നും നമ്മളെ പുറകോട്ട് വലിക്കാതിരിക്കട്ടെ. ഉണ്ണി മാത്രം മതി, ഈശോ മാത്രം മതി. സർവവും ഉച്ഛിഷ്ടം പോലെ നമുക്ക് ഉപേക്ഷിക്കാം. ആമേൻ. നമ്മുടെ ഇന്നത്തെ 10 സ്നേഹപ്രവൃത്തികളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 1, 25 നോമ്പാചരണത്തിന്റെ പൂർത്തീകരണം. 2, ഒരു ജപമാല. 3, ഒരു കരുണക്കൊന്ത. 4, നാം ഇന്ന് പൂർത്തിയാക്കുന്ന സുകൃതം. അത് ഇതാകട്ടെ: എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും സമർപ്പിതരുടെയും വിശുദ്ധീകരണത്തിനായി തിരുഹൃദയത്തിൻ്റെ ലുത്തീനിയ ഒരു പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കും. 5, 1000 പ്രാവശ്യം ഈശോ നാമ ജപസമർപ്പണം. 6, 1 മണിക്കൂർ ദിവ്യകാരുണ്യ സന്നിധിയിൽ. 7, ഒരു ആശയടക്കം. ഞാൻ ഇന്ന് പൂർത്തിയാക്കുന്ന ആശയടക്കം ഇതാകട്ടെ: ആരോടും ഞാൻ പിണങ്ങില്ല, വഴക്ക് കൂടില്ല. 8, നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം 3:8. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അവനെ പ്രതി
ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. 9 ഒരു അധ്യായം വചനം വായിക്കുന്നു. നാം ഇന്ന് വായിക്കുന്ന വചനഭാഗം വെളിപാട് പുസ്തകം 16-ാം അധ്യായം 10 നമ്മുടെ വചനശ്രവണം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.